മറ്റത്തൂരിൽ കെ.പി.സി.സിയുടെ സമവായ നീക്കങ്ങൾ ഫലം കണ്ടു തുടങ്ങി. ബി.ജെ.പി. പിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ രാജിവെക്കും. സ്വതന്ത്രയായ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തങ്ങൾക്ക് പരിമിതികളുണ്ടെന്ന് വിമത നേതാവ് ടി.എം. ചന്ദ്രൻ. വിമതർ മുന്നോട്ട് വെച്ച സമവായ നീക്കങ്ങൾക്കൊടുവിലാണ് രാജിയിലേക്ക് എത്തുന്നത്. വൈസ് പ്രസിഡന്റിന്റെ രാജിക്കത്ത് കെ.പി.സി.സിക്ക് കൈമാറും. എന്നാൽ സ്വതന്ത്രയായ പ്രസിഡന്റ് ടെസി ജോസിന്റെ കാര്യത്തിൽ പരിമിതികളുണ്ടെന്ന് വിമത നേതാവ് ടി.എം. ചന്ദ്രൻ തൃശൂരിൽ അറിയിച്ചു. പ്രസിഡന്റിനെ സംബന്ധിച്ച് അവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ വൈസ് പ്രസിഡന്റ് രാജി സന്നദ്ധത അറിയിക്കുകയും അവരുടെ രാജിക്കത്ത് കെ.പി.സി.സി നേതൃത്വത്തിന് കൈമാറുകയും ചെയ്യും. കെ.പി.സി.സി നിർദ്ദേശം എന്തായാലും അനുസരിക്കുമെന്ന് നൂർജഹാൻ അറിയിച്ചു. ഞങ്ങൾ ജനങ്ങളോട് ഞങ്ങളുടെ സത്യാവസ്ഥ പറഞ്ഞ് ഞങ്ങൾ വോട്ട് പിടിച്ച് ജയിച്ച ആളുകളാണ്. ഞങ്ങളാണ് ഇപ്പോഴും തെറ്റുകാരായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും UDFന്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. അതിന് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. UDFന്റെ ഒപ്പം തന്നെ നിൽക്കും. കെ.പി.സി.സി പറയണത് അതനുസരിക്കുക തന്നെ ചെയ്യും. രാജിക്കത്തിന് പുറമെ തങ്ങളുടെ പരാതികൾ കെ.പി.സി.സിക്ക് രേഖാമൂലം നൽകും. അതിലും പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ഔദ്യോഗിക സ്ഥാനാർത്ഥി കൈ അടയാളത്തിൽ മത്സരിച്ചിട്ട് പോലും വിമത വിഭാഗം, ഇന്ന് ഔദ്യോഗിക വിഭാഗം എന്ന് അവകാശപ്പെടുന്ന ചില അന്നത്തെ വിമത വിഭാഗം, അവർ നടത്തിയ ഒട്ടേറെ പീഡനങ്ങൾക്ക് ഇരയായവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ആ പരാതികൾക്ക് കൂടി പരിഹാരമുണ്ടാകണം. കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ചന്ദ്രൻ ഉന്നയിച്ചത്. കൊലപാതക കേസ് പ്രതിയും ഗുണ്ടാ നേതാവുമായ കൊടകര റഷീദിന്റെ നിർദ്ദേശപ്രകാരമാണ് വിമതരായ 3 പേർക്ക് പാർട്ടി ജില്ലാ നേതൃത്വം ഔദ്യോഗിക ചിഹ്നം നൽകിയത്. മറ്റത്തൂരിൽ ഭരണം പിടിക്കേണ്ട എന്നായിരുന്നു DCC നേതൃത്വത്തിന്റെ നിലപാടെന്നും ചന്ദ്രൻ തുറന്നടിച്ചു. കൊടകര റഷീദാണ് 3 സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. DCC പ്രസിഡന്റും പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലേക്ക് എന്നെ വിളിച്ചു വരുത്തി. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൈ അടയാളം അവർക്ക് കൊടുത്തു. അതുകൊണ്ട് നിങ്ങളെ സ്ഥാനാർത്ഥി, അതായത് ഞാൻ നിർദ്ദേശിച്ച 3 പേര് തന്നെയാണ് സ്ഥാനാർത്ഥികൾ, പക്ഷെ കൈ അവർക്കാണ്. അതിൽ വിചിത്രവാദം ഞാൻ അപ്പോൾ തന്നെ സൂചിപ്പിച്ചു. DCC പ്രസിഡന്റ് അന്ന് ആ കോർ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത്, താഴെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങോട്ട് കുറച്ച് ആളുകളെ അയക്കുന്നുണ്ട്, അവർക്ക് ചിഹ്നം കൊടുക്കണമെന്ന് പറഞ്ഞു. കൈ ചിഹ്നം പിൻവലിക്കാൻ നിവൃത്തിയില്ല എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോൾ മറ്റത്തൂരിൽ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്നാണ് നേതൃത്വം ആഗ്രഹിച്ചത്. പിന്നിൽ എന്തോ ഒരു അജണ്ടയുണ്ട്, ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് തുറന്നു കാണിക്കപ്പെടേണ്ടത്. അതേസമയം ബി.ജെ.പി. പിന്തുണയിൽ ഇപ്പോഴും തെറ്റ് കാണുന്നില്ലെന്നും തങ്ങൾ മറ്റത്തൂരിലെ പ്രത്യേക സാഹചര്യത്തിന്റെ അടിമകളായിരുന്നുവെന്നും ചന്ദ്രൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം, ആ സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്തത് ശരിയാണെന്നുള്ളതാണ് ഇപ്പോഴും. കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ള മനുഷ്യനെ ഓരോന്നിലേക്ക് എത്തിക്കുക. നമുക്ക് അവിടെ അത്രയധികം പീഡനങ്ങൾ, CPMന്റെ ഭാഗത്ത് അത്രയധികം പീഡനങ്ങൾ സഹിച്ചു. പ്രശ്നങ്ങൾ സംബന്ധിച്ച് മുൻപ് നിരവധി തവണ കെ.പി.സി.സിക്ക് പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും ഗൗരവമായി കാണാത്ത സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഗൗരവമായി കാണുന്നുണ്ടെന്നും ചന്ദ്രൻ വ്യക്തമാക്കി. എന്തായാലും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതിലൂടെ വിവാദത്തിന് താൽക്കാലിക ശമനമുണ്ടാകാൻ കഴിയുമെന്നാണ് വിമത സംഘം കണക്കുകൂട്ടുന്നത്. എന്നാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നാണ് കെ.പി.സി.സിയുടെ നിലപാട്. ഇതോടെ മറ്റത്തൂർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. പ്രസിഡന്റിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാനുള്ള നീക്കവും ഇനിയുണ്ടാകും. TCV തൃശൂർ.